ഇത് ഭയപ്പെടുത്താന്ന് വിചാരിച്ചിട്ട്, ഞങ്ങളെ ഭയപ്പെടുത്താന്ന് വിചാരിച്ചിട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ വീട്ടിലേക്ക് ഇരച്ചു കയറി അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ കേരളത്തിലെ യൂത്ത് കോൺഗ്രസുകാരൊക്കെ പേടിച്ച് വീടിനകത്തേക്ക് കയറുമല്ലോ, അത് പേടിച്ചിട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, 1/4 നൂറ്റാണ്ട് മുമ്പ് ജീവിക്കേണ്ടിയിരുന്ന ആളുകളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്ന് ഈ ഉപജാപക സംഘം ഈ വൃത്തികേടുകൾ മുഴുവൻ കാണിക്കുന്നത്. നിയമത്തിന് വഴിക്ക് പോകാന്നല്ലാതെ പോലീസ് ഇപ്പോ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു താല്പര്യത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ഈ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കാണാൻ കഴിയില്ല. പല കേസുകളിലും ഇപ്പോൾ നേരത്തെയുള്ള ഘട്ടത്തിൽ MLA-മാരെ പോലും UDF-ന്റെ കാലഘട്ടത്തിൽ വെളുപ്പിന് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അറസ്റ്റും അതുപോലുള്ള മർദ്ദനങ്ങളും കൊണ്ട് ഈ സർക്കാരിനെതിരായി കോൺഗ്രസോ ഒക്കെ നടത്തുന്ന പ്രക്ഷോഭങ്ങളിൽ ഞങ്ങളുടെ നേതാക്കളെയും പ്രവർത്തകരെയും അവരുടെ മനോവീര്യം തകർക്കാമെന്നാണ് പിണറായി വിജയൻ വിചാരിക്കുന്നതെങ്കിൽ അതെല്ലാവരും അവര് വാസ്തവത്തിൽ അവരുടെ മൗഢ്യം മാത്രമാണ്. ഇങ്ങനെ അക്രമത്തിന് പ്രോത്സാഹിപ്പിക്കുക, വടിയും കല്ലുമൊക്കെ എടുത്ത് പോലീസിനെ ആക്രമിക്കുക, ക്രമസമാധാനം പാലിക്കാൻ മുന്നോട്ട് വരുന്ന പോലീസിനെ ബലം പ്രയോഗിച്ച് അക്രമം കാണിച്ച് അവരുടെ ക്രമസമാധാന പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുക, ഇങ്ങനെയൊക്കെ നടത്തുമ്പോൾ അതിനെതിരായി പോലീസിന് കേസെടുക്കേണ്ടി വരും, നിയമപരമായ നടപടിയെടുക്കേണ്ടി വരും. നമസ്കാരം. ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ചർച്ച ചെയ്ത ഒരു പ്രധാനപ്പെട്ട വാർത്തയുടെ തുടക്കവും ഒടുക്കവുമാണ് നമ്മൾ കണ്ടത്. തീർന്നില്ല. നാളത്തെ ദിവസമടക്കം ഇനി കേരളം ചർച്ച ചെയ്യുന്നത് പ്രധാനമായും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമായിരിക്കും. അറസ്റ്റിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഗൂഢാലോചനയെന്ന് പ്രതിപക്ഷവും പോലീസിൻ്റെ സ്വാഭാവിക നടപടിയെന്ന് സർക്കാരും വിശദീകരിച്ചു കഴിഞ്ഞു. പക്ഷേ വിവാദം ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. പ്രതിപക്ഷത്തിന് സമരം ചെയ്യാൻ പുതിയൊരു ആയുധമായി ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഈ അറസ്റ്റ് മാറുകയാണ്. അങ്ങനെയെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസിൻ്റെ തീരുമാനം രാഷ്ട്രീയ നഷ്ടം സർക്കാരിനും ഇടതുപക്ഷത്തിനും ഉണ്ടാക്കുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യവും അവശേഷിക്കുന്നു. ഇതിൻ്റെ രാഷ്ട്രീയമാണ് ഇന്ന് അന്തിച്ചർച്ച പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എനിക്കൊപ്പം VV അരുണുണ്ട്, ഒപ്പം തന്നെ നന്ദകുമാറും അടക്കം ഈ വിഷയത്തിൽ രാഷ്ട്രീയമായ നിലപാടുകളുമായി ചേരുന്നു. ആദ്യം അരുൺ ഒരു ദിവസം മുഴുവൻ ഈ വാർത്തയ്ക്ക് പിന്നാലെ നിന്ന ഒരു വ്യക്തിയാണ്. ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: 1/4 നൂറ്റാണ്ട് പഴക്കമുള്ള ആശയങ്ങളുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന ചിലരുടെ ഗൂഢാലോചനയാണ് ഈ അറസ്റ്റിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നാണ്. അങ്ങനെ ഗൂഢാലോചന നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത് ആരെക്കുറിച്ചാണെന്ന് നമുക്കറിയാം. P. ശശി എന്ന വാക്കാണ് അദ്ദേഹം നേരിട്ട് പറയുന്നില്ലെങ്കിൽ കൂടിയും അദ്ദേഹം ലക്ഷ്യമിടുന്നത്. അത്തരമൊരു ഗൂഢാലോചനയാണോ ഈ അറസ്റ്റിന് പിന്നിൽ സംഭവിച്ചതെന്ന് നമുക്കങ്ങനെ സംശയിക്കാനുണ്ടോ? അരുണ് കേൾക്കാൻ കഴിയുന്നില്ലേ? സ്വാഭാവികമായും പ്രതിപക്ഷത്തിന്റെ ആരോപണം പ്രതിപക്ഷ ലക്ഷ്യം വെക്കുന്നത് മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഇത് ആദ്യമായല്ല ഇത്തരം ആരോപണം ഉയരുന്നതും. PC ജോർജിനെതിരെ കേസെടുത്തത്, ശബരിനാഥന്റെ അറസ്റ്റ്, അങ്ങനെ പല വിഷയങ്ങൾ പോലീസിന് പലപ്പോഴും പിഴച്ചു. അതായത് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുമെന്ന് ഉറപ്പായ കേസുകളിൽ പോലും വലിയ ബഹളമുണ്ടാക്കി പ്രധാനപ്പെട്ട അവിടെ നിന്ന് അവർ ജാമ്യം എടുത്ത് പോവുകയും ചെയ്ത സംഭവങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. അന്ന് അതിന് സമാനമാണ് ഇപ്പോഴത്തെ ഈ നീക്കമെന്നും പ്രതിപക്ഷം വിമർശിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ആളുകൾ ഇടപെട്ടു എന്നത് ഏറെക്കുറെ ഒരു തത്വം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് അനുസരിച്ചും ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക്, പ്രത്യേകിച്ചും ഈ കേസിന്റെ അന്വേഷണവും മുൻപന്തിയുള്ള ഉദ്യോഗസ്ഥർക്കൊന്നും ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യണമെന്ന ഒരു തീരുമാനമില്ലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം നേരത്തെ പ്രധാന പ്രതികളിൽ പലരും നേരിട്ട് അക്രമത്തിൽ പങ്കെടുത്ത പലരും രാഹുൽ മാങ്കൂട്ടത്തും ഒക്കെ ഈ സമരത്തിന്റെ ഭാഗമായിരുന്നു. നമ്മൾ ആ സമരം ചെയ്യുമ്പോഴും രാഹുൽ മാങ്കൂട്ടമോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പ്രതിഷേധത്തുള്ളവരോ ഒന്നും നേരിട്ട് അക്രമ സംഭവങ്ങളിൽ സമരത്തിന് നേതൃത്വം നൽകുന്നവരെ പ്രതികളാക്കുക എന്നതിന്റെ ഭാഗമായി അവരെ പ്രതികളാക്കിയതാണ്. അതിന് അപ്പുറത്തേക്ക് പോലീസിനെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ പട്ടികൾ കഷ്ടങ്ങളുമായും കല്ലുമായും ഒക്കെ പോലീസുകാരെ കല്ലെറിയുകയും അവരെ അടിക്കുകയും ഒക്കെ ചെയ്ത പ്രവർത്തകർ നിരവധി പേരുണ്ട്. അവരിൽ പലരും പ്രതിയാവുകയും ചിലരെങ്കിലും അവർ റിമാൻഡിലായി ജാമ്യം നേടി പുറത്തു വരികയും ചെയ്തു. അതിനപ്പുറത്തേക്ക് നേതാക്കളൊന്നും നേരിട്ട് അക്രമങ്ങളിൽ പങ്കെടുക്കുന്നവരല്ല, അവർ സമരത്തിന് നേതൃത്വം നൽകും. സ്വാഭാവികമായി എല്ലാ കാലത്തും ഉണ്ടാകുന്ന രാഷ്ട്രീയ സമരങ്ങളുടെ രീതിയാണത്. അവിടെ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെയും മറ്റും അറസ്റ്റ് ചെയ്യുന്നതിനോട് യോജിപ്പില്ലാത്ത അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പക്ഷെ അതിന് ഉന്നതങ്ങളിൽ നിന്ന് കൃത്യമായ ഇടപെടലുണ്ടായിരുന്നു. അറസ്റ്റ് വേണം എന്ന തരത്തിലേക്ക് നിർദ്ദേശമുണ്ടായിരുന്നു എന്നതിന്റെ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് പ്രതിപക്ഷം ആരോപിക്കുന്നവരെ മുഖ്യമന്ത്രിയുടെ
ഓഫീസാണോ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആണെന്ന കാര്യത്തിൽ സ്ഥിരീകരണമല്ല. പക്ഷേ കൃത്യമായി ഉന്നതങ്ങളിൽ നിന്ന് ഇടപെടൽ നിർദ്ദേശം ഈ അറസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാണ്. അത് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ ആ രീതിയിൽ ശരിയുമാണ്. എന്നാൽ ഇതൊരു അത്യപൂർവ സംഭവമാണെന്നോ അല്ലെങ്കിൽ സമരത്തിൽ പങ്കെടുക്കുന്ന പ്രവർത്തകരെയും നേതാക്കളെയും വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നതൊക്കെ കേരള തലത്തിലെ ആദ്യ സംഭവമാണോ എന്ന തരത്തിലുള്ള വാദങ്ങളോടൊന്നും യോജിക്കാൻ കഴിയില്ല. നമുക്കറിയാം, പണ്ടും അത് UDF ഭരണപക്ഷത്താകുമ്പോഴും UDF പ്രതിപക്ഷത്താകുമ്പോഴും തിരിച്ചും ഇടതുമുന്നണി CPM പ്രതിപക്ഷത്തുള്ളപ്പോഴും ഒക്കെ അത്തരത്തിൽ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെ യുവജന സംഘടനാ നേതാക്കളെ വീട് വളഞ്ഞ് അർദ്ധരാത്രി പോലും പെൺകുട്ടികളെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ചരിത്രമൊക്കെ കേരള രാഷ്ട്രീയത്തിലും കേരള പോലീസ് ചരിത്രത്തിലും ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഈ പ്രതിപക്ഷത്തിന്റെ അത്തരം വാദങ്ങൾ നിലനിൽക്കില്ല. പക്ഷേ സ്വാഭാവികമായും ഇപ്പോൾ ഒരു അറസ്റ്റ് നൽകി അത് സൂചിപ്പിച്ച പോലെ തന്നെ ഈ അറസ്റ്റ് കൊണ്ട് ഗുണം ആർക്കുണ്ടാകുമെന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. യൂത്ത് കോൺഗ്രസിന് ഇതുമായി ബന്ധപ്പെട്ട അവരെ ഒരു സജീവതയെ കൊണ്ടുവരാൻ ഈ പോലീസിന്റെയും അതുപോലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നവരുടെയും ഇടപെടൽ അത് ഈ നവകേരള സദസ്സിന്റെ യാത്രയിൽ ഉണ്ടായ സംഘർഷങ്ങൾ മുതൽ നോക്കിയാൽ അത്തരമൊരു രാഷ്ട്രീയമായ ഒരു അബദ്ധം ഈ സർക്കാരിനെ നയിക്കുന്നവരിൽ നിന്ന് ആഭ്യന്തര വകുപ്പ് നയിക്കുന്നുണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. അതിന്റെ രാഷ്ട്രീയ പക്ഷേ UDF ലഭിച്ചേക്കും. ഇപ്പോഴും അത്തരത്തിലൊരു രാഷ്ട്രീയ അബദ്ധമാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നവർ അല്ലെങ്കിൽ പോലീസ് നിയന്ത്രിക്കുന്നവർ നൽകി എന്നത് നമുക്ക് കാണാൻ കഴിയും. യെസ്, അരുൺ അല്പസമയം കൂടി തുടരുക. നന്ദനുണ്ട്. നന്ദൻ, ഈ അറസ്റ്റും അതിൻ്റെ രാഷ്ട്രീയവും ചർച്ച ചെയ്യുമ്പോൾ ഇത് എങ്ങനെ കോൺഗ്രസിന് അല്ലെങ്കിൽ പ്രതിപക്ഷ ചേരിക്ക് ഗുണപ്പെട്ടു എന്നതും പ്രധാനമായും പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ പരാമർശിക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ ഇടതുപക്ഷം നേരിട്ടിരുന്നത് അദ്ദേഹത്തിന് ആ തരത്തിലുള്ള ഒരു പദവി ഉണ്ട് എന്ന അംഗീകാരം നൽകാതെയാണ്. കാരണം അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട രീതി വലിയ വിവാദത്തിന് ഇടവെച്ചതാണ്. കാരണം വ്യാജരേഖകളുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി എന്നൊരു ഇമേജ് ആയിരുന്നു ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടായിരുന്നത്. ആ ഇമേജിൽ നിന്ന് മാറി ഒരു സമര നേതാവായി, ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷ ഐക്കണായി, ഒരു മുഖമായി മാറ്റാൻ ഈ അറസ്റ്റ് ഇടവെച്ചു എന്ന ഒരു പൊതുവിമർശനം അല്ലെങ്കിൽ പൊതു നിരീക്ഷണം ഉണ്ടാവുന്നുണ്ട്. ആ തരത്തിൽ ഇത് കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനുമൊക്കെ ഒരു രാഷ്ട്രീയ നേട്ടമാകുമോ? അങ്ങനെ നന്ദൻ കാണുന്നുണ്ടോ? സജിത്, തീർച്ചയായും. കാരണം നിർജീവമായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും ഒക്കെ തന്നെ ഈ പ്രവർത്തന മേഖല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള മേഖലയിൽ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പല മേഖലകളിലും യൂത്ത് കോൺഗ്രസിൻ്റെ ആ ഒരു സ്വാധീനം അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം അത് അത്ര കണ്ട മികവിലേക്ക് എത്തിയിരുന്നില്ല. നേരത്തെ സജിത് സൂചിപ്പിച്ച പോലെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്ന സമയത്ത് തന്നെ വലിയ വിവാദങ്ങളോട് കൂടിയായിരുന്നു എത്തിയിരുന്നത്. പക്ഷേ അതിന് മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അതൊരു വലിയ ഒരു ഫേസ് തന്നെയായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ ഒരു ശബ്ദമായിട്ടോ അല്ലെങ്കിൽ സാധാരണക്കാരനായ ഒരു കോൺഗ്രസിന്റെ ശബ്ദമായോ ഒക്കെ തന്നെ ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ പങ്കെടുത്ത് വലിയ തോതിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു ആവേശവും ഊർജ്ജവും നൽകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞിരുന്നു. ആ ഒരു പ്രവൃത്തിയിലൂടെ തന്നെയാണ് പിന്നീട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുന്നു, അത് അവിടെ നിന്ന് ജയിക്കുന്നു. പക്ഷേ അത് പിന്നീട് വലിയ വിവാദത്തിലേക്കാണ് എത്തിച്ചെന്നത്. ആ ഒരു ഇമേജിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിവാദ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എന്ന രീതിയിലേക്ക് നിൽക്കുന്ന സമയത്താണ് നവകേരള സദസ്സ് പോലുള്ള ഇത്തരത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയിലേക്ക് വലിയ തോതിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു സമരം, ആ ഒരു സമര വീര്യം സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് കേരളം ഉടനീളം നടത്തിയത്. അതിന്റെ ഒരു ഊർജം കൊണ്ടു നിൽക്കുന്ന സമയത്ത് തന്നെയായിരുന്നു ഇത്തരത്തിൽ പിന്നീട് കോൺഗ്രസിന്റെയും അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ തന്നെ ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. പ്രധാനമായും ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് തന്നെ പല സ്ഥലങ്ങളിലും പല ജില്ലകളിലുമൊക്കെ തന്നെ വലിയ തോതിൽ പ്രതിഷേധമുണ്ടാക്കാനും അത് വിജയിപ്പിക്കാനും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് സാധിച്ചു. പല ദൃശ്യങ്ങളും നമ്മൾ കാണുകയുണ്ടായി. പോലീസിന്റെ അടിയൊക്കെ കൊള്ളുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയൊക്കെ തന്നെ ആ ഒരു ദൃശ്യങ്ങൾ, അത് വലിയ തോതിൽ മറ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ആവേശവും കൂടുതൽ സമരങ്ങളിലേക്ക് എടുത്തു ചാടാനുള്ള ഒരു ആവേശം അത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നൽകി. സംസ്ഥാന നേതൃത്വവും അതിന് വലിയ തോതിൽ ഒരു പിന്തുണ നൽകുകയും DCC അടക്കമുള്ള അല്ലെങ്കിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും അത്തരത്തിൽ വലിയ പിന്തുണ നൽകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം ഈ നവകേരള സദസ്സിന് ശേഷം എന്ത് എന്നൊരു ചോദ്യവുമായി യൂത്ത് കോൺഗ്രസും അതോടെ തന്നെ സംസ്ഥാന കോൺഗ്രസ് നിൽക്കുന്ന സമയത്ത് തന്നെയാണ് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഒരു അബദ്ധം ചെയ്ത് എന്ന ഒരു വാക്ക്, നേരത്തെ VV അരുൺ ഉപയോഗിച്ച ആ ഒരു രാഷ്ട്രീയ അബദ്ധം എന്ന വാക്ക് തന്നെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വളരാനും അതോടൊപ്പം തന്നെ കൂടുതൽ ലൈം ലൈറ്റിലേക്ക് എത്താനും അതോടൊപ്പം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കാനും ഈ ഒരു ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് സാധിച്ചു എന്ന
കാര്യത്തിൽ സംശയമില്ല. കാരണം ഇന്ന് രാവിലെ 8 മണി മുതൽ മലയാള മാധ്യമങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റാണ്. അത് വീട്ടിൽ ഇത്ര വലിയ നാടകീയപരമായി അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം സംസ്ഥാന കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നുള്ള നിരവധി പ്രതികരണങ്ങൾ വരുന്നു. അങ്ങനെ എന്തായാലും നന്ദൻ സൂചിപ്പിച്ച പോലെ ഇതൊരു രാഷ്ട്രീയ സാധ്യതയാക്കി മാറ്റുകയാണ് കോൺഗ്രസ്, തർക്കമില്ല. പക്ഷേ ഈ അറസ്റ്റ് നടപടി അത് മുമ്പും ഉണ്ടായിട്ടുള്ളതാണ്. സമരരംഗത്ത് ഏർപ്പെട്ടവർക്ക് അല്ലെങ്കിൽ പൊതുമുതൽ നഷ്ടപ്പെടുത്തിയാൽ പഴയതുപോലെയല്ല, നിയമം ശക്തമാണ്, കോടതിയുടെ നേരിട്ട് ഇടപെടൽ ഉണ്ടാവുന്നതാണ്. ആ ന്യായമങ്ങളൊക്കെ പോലീസിന് പറയാം. എന്തായാലും പ്രതിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയില്ല എന്നത് പോലീസിൻ്റെ ആ ചാർജുകൾ കോടതി ആദ്യഘട്ടത്തിൽ അംഗീകരിച്ചു എന്നൊരു വാദമായി അവർക്ക് ഒരു പക്ഷേ അവകാശപ്പെടാം. എന്തായാലും നന്ദൻ, ഈ വിഷയത്തിൽ നമ്മുടെ ഡെസ്കിലുള്ളവരുടെ കൂടിയൊക്കെ ഒരു അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാം. എങ്ങനെയാണ് പൊതുവിൽ ഈ വിഷയത്തിൽ എല്ലാവരും നോക്കിക്കാണുന്നത്? ഇതിൻ്റെ ഒരു രാഷ്ട്രീയം എങ്ങനെയാവും? തീർച്ചയായും രാഹുൽ, എന്തായാലും എന്നോടൊപ്പം കിരൺ ബാബു ആണ് ചേരുന്നത്. കിരൺ ബാബു വളരെ വർഷങ്ങളായി കോൺഗ്രസിന്റെ ഒക്കെ തന്നെ ഒരു ബി ടീം, അതോടൊപ്പം തന്നെ കോൺഗ്രസ് രാഷ്ട്രീയം നല്ലപോലെ പഠിച്ച ഒരു വ്യക്തി കൂടിയാണ്. ചോദ്യം വളരെ സിമ്പിളാണ്. ഈ ഒരു അറസ്റ്റ്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു അറസ്റ്റ്, അത് രാഷ്ട്രീയ അബദ്ധമാണോ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം? യഥാർത്ഥത്തിൽ ഇതിൻ്റെ രാഷ്ട്രീയം പരിശോധിച്ചാൽ ഇത് കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചും നേട്ടമാണ് എന്ന് തന്നെ തരത്തിൽ പറയേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷസ്ഥാനമൊക്കെ ഏറ്റെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഷാഫി പറമ്പിൽ വരെയുള്ള ആളുകളൊക്കെ അതിനൊക്കെ മുമ്പ് ഒരുപാട് സമരങ്ങളൊക്കെ നയിക്കുകയും ഒക്കെ എന്തായാലും ആ തരത്തിൽ സമരങ്ങളൊക്കെ നയിച്ചു വന്ന നേതാക്കൾ തന്നെയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം കോൺഗ്രസിനുള്ളിലും പുറത്തുമൊക്കെ ഉണ്ടായിരുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ വലിയ സമരങ്ങൾ നയിക്കുകയോ അത്തരത്തിൽ സമരമുന്നണിയിൽ നിന്നാളല്ല, ടെലിവിഷൻ ചർച്ചകളിലൂടെ പാർട്ടിയുടെ മുഖമായി മാറുകയും പാർട്ടിയെ വിജയിപ്പിക്കാനോ അല്ലെങ്കിൽ അത്തരം നിന്ന ഒരാളാണ്. സമരങ്ങൾ ഗ്രൗണ്ടിലിറങ്ങി മണ്ണിലിറങ്ങി നിന്ന് സമരം നയിച്ച് നേതാവായ ഒരാളല്ല എന്നൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. വലിയ അളവിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ആക്ഷേപത്തെ മറികടക്കാൻ അദ്ദേഹത്തിനെ സഹായിക്കുന്ന, സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്താനൊക്കെ അല്ലെങ്കിൽ സംഘടനയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു അറസ്റ്റ് കൂടിയാണിത്. ഒരു രാഷ്ട്രീയ സമരത്തിൻ്റെ പേരിലുള്ള അറസ്റ്റാണ്. സാധാരണ രാവിലെ അറസ്റ്റ് കേട്ടപ്പോൾ തന്നെ ആദ്യം വിചാരിച്ചത് ഈ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടേഴ്സ് ലിസ്റ്റിലെ കൃത്രിമത്തിന് പേരിലായിരിക്കും അറസ്റ്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അതിന് മറ്റൊരു മുഖം വന്നേനെ, പ്രതിരോധത്തിലായി പോയനോ അല്ലാതെ രാഹുൽ. പക്ഷേ ഇത് അങ്ങനെയല്ല. ഒരു രാഷ്ട്രീയ സമരത്തിൻ്റെ പേരിൽ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിട്ടോ അതിൻ്റെ നേതാവിന് അറസ്റ്റോ അല്ലെങ്കിൽ ജയിൽവാസമോ ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നത് എപ്പോഴും രാഷ്ട്രീയത്തിൽ അത് പ്ലസ് പോയിന്റുകളാണ്. എല്ലാ കാലത്തേക്കുമുള്ള ഒരു ഇപ്പോൾ നിലവിൽ ഉണ്ടാകുന്ന ഒരു കാലത്തേക്ക് മാത്രമല്ല, എല്ലാ കാലത്തേക്കുമുള്ള പ്ലസ് പോയിന്റാണ്. അത് എന്ത് ശരിയാണിൻ്റെ പേരിലാണോ തെറ്റിൻ്റെ പേരിലാണോ അല്ലെങ്കിൽ അവിടെ അക്രമം നടന്നോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വേറെ. പക്ഷേ അറസ്റ്റ് ഉണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അറസ്റ്റ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിനെ വോട്ടാക്കി മാറ്റാൻ അല്ലെങ്കിൽ അതിനെ ഒരു ശക്തിയാക്കി മാറ്റാൻ യൂത്ത് കോൺഗ്രസിന് കഴിയും. അത് എങ്ങനെ ചെയ്യും എന്നുള്ളത് യൂത്ത് കോൺഗ്രസിൻ്റെ ഇനി രാഹുൽ ഒഴികെ അല്ലെങ്കിൽ രാഹുൽ അടക്കമുള്ള നേതാക്കളുടെ ബാക്കി പ്രവർത്തനങ്ങളും കോൺഗ്രസിൻ്റെ നേതാക്കൾ ഏത് തരത്തിൽ അതിനെ ഉപയോഗിക്കുന്നു എന്നതിനെ കൂടി അടിസ്ഥാനമാക്കിയിരിക്കും. പക്ഷേ നല്ല അവസരമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചാലും യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചാലും ഈ അവസരം. രാഹുലിന്റെ പേരുദോഷം മാറി എന്നാണോ ഈ പറഞ്ഞത്? പേരുദോഷം മാറി എന്നൊന്നും പറയാൻ കഴിയില്ല. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം രാഹുലിന് പ്ലസ് പോയിന്റും മൈനസ് പോയിന്റും ഉണ്ടെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റുമാരൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ PC വിഷ്ണുനാഥ് ആയാലും അല്ലെങ്കിൽ M ലിജു ആയാലും അല്ലെങ്കിൽ അവസാനം ഷാഫി പറമ്പിലായാലും ഡീൻ കുര്യാക്കോസ് ഒക്കെ ആയാലും ഇവരെല്ലാം KSU കാലം മുതൽ തന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത്, വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്ത് സജീവമായി നിൽക്കുകയും അവരുടെ പേര് സുപരിചിതമായ പേരായിരുന്നു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് അത്തരത്തിൽ സുപരിചിതനായ ഒരു പേരല്ല. പക്ഷേ വളരെ മികച്ച രീതിയിൽ കോൺഗ്രസിന് വേണ്ടി ചാനൽ ചർച്ചകൾ സംസാരിക്കുവാനും അഗ്രസീവായ ഒരു കാലത്ത് ആക്രമിക്കുമ്പോൾ, ലെഫ്റ്റ് ആക്രമിക്കുമ്പോൾ അല്ലെങ്കിൽ BJP ആക്രമിക്കുമ്പോൾ അതിനെതിരെ അഗ്രസീവായി സംസാരിക്കാൻ അറിയാവുന്ന അല്ലെങ്കിൽ സാധാരണക്കാരായ അണികളെ ആവേശം കൊള്ളിക്കാനൊക്കെ കഴിയുന്ന ഒരു നേതാവാണ്. പക്ഷേ ഒരു മേജർ സെറ്റ് ബാക്കായി നിന്നിരുന്നത് പാർട്ടിക്കുള്ളിലും അത് വലിയ ആക്ഷേപമായി വന്നിരുന്നു. അദ്ദേഹത്തിനെതിരെ ട്രോളുകൾ വരുമ്പോൾ പോലും ആ തരത്തിലേക്കാണ് ട്രോളുകൾ അടക്കം വന്നിരുന്നത്. വെച്ചാൽ അത്തരമൊരു സമര പാരമ്പര്യം അദ്ദേഹത്തിന് കുറവാണ്. ആ സമരക്കുറവിനെ ഒരു വലിയ തരത്തിൽ നികത്തി കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ അതിനെ ഒരു പ്ലസ്സാക്കി മാറ്റി കൊടുക്കുന്നതാണ് ഇപ്പോഴത്തെ അറസ്റ്റ് എന്ന് രാഷ്ട്രീയമായി പറയാം. ആ അറസ്റ്റിൻ്റെ മെറിറ്റിലേക്കും കേസിൻ്റെ മെറിറ്റിലേക്കും ഡിമെറിറ്റിലേക്കും അല്ല കിടക്കുന്നത്. പൊളിറ്റിക്സിൽ ഇത്തരം അറസ്റ്റുകൾ എപ്പോഴും അറസ്റ്റിന് വിധേയനാകുന്നയാൾ അല്ലെങ്കിൽ ഒരു പോലീസിന് മർദ്ദനമേറ്റാൽ മർദ്ദനത്തിന് വിധേയനാകുന്നയാൾ അയാൾക്കത് ഭാവിയിൽ പൊളിറ്റിക്കലി നേട്ടമായിട്ടാണ് ഇക്കാലവും വന്നിട്ടുള്ളത്. കിരൺ, എനിക്ക് കിരണിന്റെ ഒരു അഭിപ്രായം കൂടി അറിയാം. കിരൺ, ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ, പോസിറ്റീവായ ഒരു കാര്യമായി. യെസ് കിരൺ, ഇത് ഒരു തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ് കിട്ടുന്ന ഒരു ആയുധം കൂടിയായി UDF-നും കോൺഗ്രസിനും ഇത് മാറുന്നു എന്നൊരു പശ്ചാത്തലം കൂടിയില്ലേ? കാരണം നാളെ മുതൽ ഇനി അങ്ങോട്ട് സമരമെന്നാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപനം. ഈ നാളെ മുതൽ കോൺഗ്രസിന്റെ ഒരു സമരം രീതിയിലേക്ക് വീണ്ടും പോവുകയാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ സഹിത്ത് ചോദിക്കുകയും ചെയ്തത്. ഇത് എത്രത്തോളം ഗുണം ചെയ്യും?
ഇനിയിപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. കോൺഗ്രസിന് കഴിഞ്ഞ തവണ 19 സീറ്റ് കിട്ടിയ ഒരു സംസ്ഥാനമാണ്, ഏറ്റവും കൂടുതൽ MP-മാരെ കിട്ടിയ സംസ്ഥാനമാണ്. കേരളത്തിൽ നിന്ന് ആ വിജയം ഉറപ്പിക്കുക എന്നുള്ള വലിയ വെല്ലുവിളിയാണ്. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ 1 സീറ്റ് എന്ന് പറയുന്നത് എത്ര ഒരു 4-5 സീറ്റ് കിട്ടിയാൽ തന്നെ ഇടതുമുന്നണിക്ക് വലിയ വിജയമാക്കി മാറ്റാം. പക്ഷേ കോൺഗ്രസിന് 19-ൽ നിന്ന് 1 നഷ്ടപ്പെട്ടാൽ പോലും അത് നഷ്ടം തന്നെയാണ്. കഴിഞ്ഞ തവണത്തെ ടാലി വെച്ചാണ് എപ്പോഴും കാര്യങ്ങൾ കണക്കുകൂട്ടുന്നത്. അതുകൊണ്ട് കോൺഗ്രസിനാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ വെല്ലുവിളി മുന്നിലുള്ളത്. കഴിഞ്ഞ തവണ മതന്യൂനപക്ഷങ്ങളൊക്കെ കോൺഗ്രസിന് പിന്നിൽ ശക്തമായി തന്നെ അണിനിരന്നു. രാഹുൽ ഗാന്ധി ആദ്യമായി വന്ന് മത്സരിക്കുന്നു. പ്രധാനമന്ത്രി ആവാനുള്ള അദ്ദേഹത്തിൻ്റെ സാധ്യത, മതന്യൂനപക്ഷങ്ങളും അല്ലെങ്കിൽ സംഘപരിവാർ വിരുദ്ധ വോട്ടുകളെല്ലാം കോൺഗ്രസിലേക്കാണ് കഴിഞ്ഞ തവണ വലിയ തോതിൽ വന്നത്. പിന്നെ ഒരു അളവിൽ വരെയൊക്കെ ശബരിമല ഇഷ്യൂമൊക്കെ അതിനിടയിൽ ഉണ്ടായിരുന്നു. ഇത്തരം അനുകൂല സാഹചര്യങ്ങൾ കോൺഗ്രസിന് ഏറെ ഉണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, അത്രത്തോളം അനുകൂലമായ സാഹചര്യങ്ങൾ കോൺഗ്രസിനില്ല. കേരളത്തിലെ ഇടതുമുന്നണിക്ക് ഈ മതന്യൂനപക്ഷങ്ങൾക്കിടയിലേക്ക് ബോധപൂർവമായി തന്നെ ഇടപെടാനും അവരെ അടുപ്പിച്ചു നിർത്താനും ഒക്കെയുള്ള ശ്രമങ്ങൾ വലിയോളം വിജയിച്ചിട്ടുണ്ട്. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് അത്തരത്തിൽ വിജയിക്കാൻ കഴിഞ്ഞു. ആ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന് അടിസ്ഥാനപരമായി കോൺഗ്രസിന്റെ അണികളെ ശക്തിപ്പെടുത്തി നിർത്തിക്കൊണ്ട് ബൂത്തിൽ ആളിനെ എത്തിക്കാൻ കഴിയുന്ന ആളുകൾ കൂടി സംഘടനാപരമായി വേണം. അതിനൊക്കെ ഏറ്റവും കൂടുതൽ സഹായിക്കേണ്ട അല്ലെങ്കിൽ അതിന് മുന്നിൽ നിൽക്കേണ്ടത് യൂത്ത് കോൺഗ്രസ്സുകാരാണ്. ആ യൂത്ത് കോൺഗ്രസ്സുകാരെ സജ്ജമാക്കാനുള്ളത് ഒരു അവസരമായി കണ്ടുകൊണ്ട് ആ തരത്തിലേക്ക് സമരമുഖത്തേക്ക് സജീവമായിട്ട് ഇറക്കാനും താഴെ തട്ടിൽ മുതൽ അത്തരമൊരു സമരമൊക്കെ നയിക്കാനും ഈ സമരത്തിന് ആധാരമായ സംഭവം തന്നെ കാസർഗോഡ് മുതൽ ഈ സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ്സുകാർക്ക് കരിങ്കൊടി കാണിക്കുന്നതിൽ അടി മേടിക്കുന്നുണ്ട്. പക്ഷേ കൊല്ലത്തോ തിരുവനന്തപുരത്തോ എത്തേണ്ടി വന്നു അതിനെതിരെ പ്രതിരോധിക്കുവാൻ വേണ്ടി. പുറത്തുനിന്ന് കാണുന്നവർക്ക് ഇത് രസമാണ്. പക്ഷേ പാർട്ടിയിൽ അണികളെ സംബന്ധിച്ചിടത്തോളം നിരന്തരം അടി കൊണ്ടുകൊണ്ടിരുന്നാൽ അത് ഏത് പാർട്ടിയായാലും രണ്ടാമതൊരാൾ ഇറങ്ങില്ല. ഞങ്ങൾ അടി കൊള്ളാൻ മാത്രം നിൽക്കുന്നു, നിരന്തരം അടി വാങ്ങിക്കുന്നു, പ്രതിരോധിക്കാൻ ആരുമില്ല എന്നുള്ള ചോദ്യം വരുന്നു. അവിടെ അവസാന നിമിഷത്തിലാണ് ഇവർ പ്രതിരോധിച്ചത്, തിരുവനന്തപുരത്ത് എത്തിയ ശേഷമാണ്. അതുപോലെ ഇതും വൈകിയ അവസരത്തിലാണ് പ്രതിഷേധിക്കുന്നതെങ്കിൽ എങ്ങനെയാണോ കേരളത്തിൽ DYFIയുടെ SFIയുടെ ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്താൽ അവർ പ്രതികരിക്കുന്നത്, ആ മട്ടിൽ തന്നെ യൂത്ത് കോൺഗ്രസിന് പ്രതികരിക്കാൻ കഴിഞ്ഞാൽ ആ സംഘടനയെ ശക്തിപ്പെടുത്താൻ കഴിയും. അത് കഴിയുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സംഘടനാ സംവിധാനത്തെയും നേതൃത്വത്തെയും ഒക്കെ ആശ്രയിച്ചിരിക്കുകയാണ്. തീർച്ചയായും ഇതാണ് കിരൺ ബാബുവിന്റെ പ്രതികരണം. അതേസമയം എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടിയുണ്ട്. കാരണം കോൺഗ്രസിന് പല അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ സർക്കാരിന്റെ ഇതിന് മുമ്പത്തെ പിണറായി സർക്കാരിന്റെ കാലത്തായാലും പല അവസരങ്ങൾ വീണ് കിട്ടിയിട്ടുണ്ട്. ഈ അവസരങ്ങളൊന്നും പ്രയോജനപ്പെടുത്താതെ കോൺഗ്രസ് പോയിട്ടുണ്ട് എന്ന കാര്യം വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ ഈ അവസരം കോൺഗ്രസ് ഉപയോഗിക്കുമോ ഇല്ലയോ എന്നൊരു കാര്യം കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അരുൺ, ഒരു കാര്യം കൂടി, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മന്ത്രി രാജീവാണ് പ്രതികരിച്ചത്. സർക്കാരിൻ്റെ പോലീസിൻ്റെ ഒരു സ്വാഭാവിക നടപടി എന്നാണ്. ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? കാരണം നാളെ മുതൽ ഇങ്ങനെ പ്രതിപക്ഷ കക്ഷികൾ ഇതൊരു വലിയ മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ട്, അദ്ദേഹത്തിൻ്റെ വകുപ്പിനെ ലക്ഷ്യമിട്ട്, അദ്ദേഹത്തിൻ്റെ ഓഫീസിനെ ലക്ഷ്യമിട്ട് നീക്കങ്ങൾ ആരംഭിക്കും. അപ്പോൾ കൂടുതൽ വിശദീകരണം ആ തരത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ മുന്നണി നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും? അരുൺ, സർക്കാരിന്റെ ഭാഗത്ത് കാര്യമായ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് മന്ത്രി P. രാജീവ്, ഒരുപക്ഷെ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയതനുസരിച്ചായിരിക്കണം P. രാജീവിന് ഇന്നത്തെ പ്രതികരണം. 2 വാർത്താ സമ്മേളനത്തിൽ, ഒന്ന് മന്ത്രി K. രാജനായിരുന്നു, അത് ഭൂപതിവ് ബന്ധപ്പെട്ട് മറുപടി പറയുകയായിരുന്നു. മറ്റൊന്ന് P. രാജീവ് പ്രധാനമായും ഈ യൂത്ത് കോൺഗ്രസ് സംഭവം തന്നെയാണ്. അത് മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരമാണ് ആ വാർത്താ സമ്മേളനങ്ങൾ എന്നത് അങ്ങനെ കരുതാം. നാളെ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വാർത്താ സമ്മേളനമുണ്ട്. സ്വാഭാവികമായി അതിലും ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് സർക്കാരിന്റെ കാര്യമായ ഒരു വിഷയമായി കാണില്ല. ഇത് അവർക്ക് ഒരു രാഷ്ട്രീയ അബദ്ധം പറ്റിയതാണെങ്കിലും സ്വാഭാവികമായും എല്ലാം പോലീസ് ചെയ്തതാണ്. P. രാജീവിന്റെ മറുപടി തന്നെ അങ്ങനെയായിരുന്നു. പോലീസ് നീതിയുക്തം പ്രവർത്തിക്കുന്നു, സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായുള്ള അറസ്റ്റാണ്. ഇന്ന് രാവിലെ സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികരണം നമ്മൾ എടുത്തു. ആ രീതിയിൽ തന്നെ കാണണം. പോലീസിനെ ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ട പോലീസാണ് തെളിവുകൾ ശേഖരിച്ചത്. അപ്പുറത്തേക്ക് ഇതൊരു രാഷ്ട്രീയ ആയുധം എന്നത് ആ രീതിയിൽ സർക്കാർ അംഗീകരിക്കാൻ പോകുന്നില്ല. നിയമപരമായ നടപടിക്രമങ്ങളായി മാത്രമേ സർക്കാർ അതിനെ കാണൂ. ഈ സമരം ഒരുപാട് ദിവസമൊക്കെ സമരം നീണ്ടുപോകാനുള്ള സാധ്യതയില്ല. നാളെ ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ സെഷൻസ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അപ്പീൽ ജാമ്യാപേക്ഷ സമർപ്പിക്കപ്പെടും. അവിടെ ഒരുപക്ഷെ ജാമ്യം ലഭിക്കാൻ സാധ്യത. അതുകൊണ്ട് തന്നെ ഒരു നീണ്ടു നിൽക്കുന്ന വിഷയമായി മാറില്ല. പക്ഷേ യൂത്ത് കോൺഗ്രസിന് ഇത് കിരൺ ബാബു സൂചിപ്പിച്ച പോലെ യൂത്ത് കോൺഗ്രസിന് പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു സ്ഥിര നിക്ഷേപമായി മാറ്റാവുന്ന ഒരു അറസ്റ്റായി ഇത് മാറുമെന്ന് ഉറപ്പാണ്. കാരണം അദ്ദേഹത്തിന്റെ പശ്ചാത്തലം സമര പാരമ്പര്യമില്ലാത്ത യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ ചീത്തപ്പേരൊക്കെ മാറ്റിക്കിട്ടുന്ന പക്ഷേ ഈ മാസങ്ങളിലൊക്കെ ആഴ്ചയുള്ള സമരങ്ങളും ഈ അറസ്റ്റും ഒക്കെ രാഹുൽ വലിയ അളവിൽ സഹായിച്ചേക്കാം. ഒരു ഇവരെ യൂത്ത് കോൺഗ്രസിനും ഇപ്പോഴത്തെ അറസ്റ്റ് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യും. യെസ്, അതാണ് അതിൻ്റെ രാഷ്ട്രീയം. ഈ അറസ്റ്റിൻ്റെ സ്വാഭാവിക നടപടിക്രമത്തിനപ്പുറം അത് എങ്ങനെ രാഷ്ട്രീയമായി പ്രതിഫലിക്കുമെന്നതാണ് പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്. രാഷ്ട്രീയ നേട്ടമാക്കാൻ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും കളം നിറയുകയാണ്. നാളെ UDFിൻ്റെ യോഗവും ചേരുന്നുണ്ട്. സ്വാഭാവികമായും അത്തരം ആലോചനകളും നടക്കും. തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാരിനെതിരെ, ഇടതുപക്ഷത്തിനെതിരെ നീങ്ങാനുള്ളൊരു അവസരമായി ഇത് മാറും.
സർക്കാരും കരുതലിലാണ്, പോലീസിൻ്റെ സ്വാഭാവിക നടപടിയെന്ന വിശദീകരണമുണ്ടെങ്കിലും പോലീസ് നടപടിയിൽ രാഷ്ട്രീയമായ നഷ്ടമുണ്ടാക്കുമോ എന്ന ആശങ്കയും സർക്കാർ കേന്ദ്രങ്ങൾക്കുണ്ട്, ഇടതുപക്ഷത്തിനുമുണ്ട്. നാളെയും ഈ രാഷ്ട്രീയം തുടരും, ചർച്ചകൾ തുടരും. അന്തിച്ചർച്ച പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.